മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ താരം കണ്ടോ, വെള്ളരിക്ക അല്ലെങ്കിൽ കുക്കുംബർ. ഇത് പലതരം ഉപയോഗമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ട് കാണുന്നതാണ്. ഇത് പഴയ തരം വെള്ളരിക്ക, ഇത് പുതിയ തരം ഹൈബ്രിഡ്. ഈ ഹൈബ്രിഡും പഴയ തരം തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. കാരണം അതിൻ്റെ പുറംതൊലി സ്വല്പം കട്ടിയുള്ളതായിരിക്കും. അതുകൊണ്ടത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും വെച്ചിരിക്കുമ്പോഴൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ചീഞ്ഞു പോകാതിരിക്കാൻ, ഒടിഞ്ഞും പറഞ്ഞും പോകാതിരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇത് നല്ല ജലാംശം ഉള്ള ഒരു നല്ല വെജിറ്റബിളാണ്. ഇതിന് കലോറി വാല്യൂ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ലതാണ്. ഇതിനകത്ത് ധാരാളം ലിഗ്നിനും കുക്കർബിറ്റാസിനുമുണ്ട്. ഇത് നല്ലൊരു പ്രോപ്പർട്ടിയുള്ള എൻസൈമാണ്. ഇതിന് നമ്മുടെ സെൽസിൻ്റെ വളർച്ച, അതായത് ഈ ക്യാൻസർ സെല്ലിൻ്റെ വളർച്ചയെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ഇത് പൊട്ടാസ്യം ധാരാളമുണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഇതിനുണ്ട്. ഇത് ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അത് ലോ കലോറി വാല്യൂ ഉള്ള ഫുഡാണല്ലോ. അതുകൊണ്ട് തന്നെ ഷുഗർ രോഗികൾ സാധാരണ ഇത് നന്നായി കഴിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയ റിസർച്ചസൊക്കെ നടത്തി പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതനുസരിച്ച് സാധാരണ നമ്മൾ കഴിക്കുന്നത് പോലെ ഇത് അരിഞ്ഞിട്ടല്ല അല്ലെങ്കിൽ മുറിച്ചിട്ടല്ല കഴിക്കുവാൻ നല്ലത്. അതിന് പകരം ഇതുപോലെ ജ്യൂസ് അടിച്ച് സ്വല്പം ഉപ്പോ അല്ലെങ്കിൽ പെപ്പറോ ചേർത്ത് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം ഇതിന് ശരീരത്തിലെ ബ്ലഡിൻ്റെ pH വാല്യൂ ക്രമീകരിക്കാനുള്ള കഴിവുണ്ട്. അതായത് pH വാല്യൂ എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ ആസിഡ് ആൽക്കലി റേഷ്യോ ആണല്ലോ. ഏതപ്പം വെള്ളത്തിൻ്റെയൊക്കെ pH വാല്യൂ നോക്കുകയല്ലേ. അപ്പോൾ അത് റെഗുലേറ്റ് ചെയ്യാൻ ഈ ജ്യൂസിന് കഴിവുണ്ടെന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ വൈറ്റമിൻ കെയുടെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അത് കൂടുതൽ അബ്സോർബ് ചെയ്യാനായിട്ട് ഈ ജ്യൂസ് കുടിക്കുന്നത് ഉപകാരപ്രദമാകും. അപ്പോൾ ഈ നമ്മൾ മുമ്പേ കഴിച്ചുകൊണ്ടിരുന്നത് പോലെ ഇത് മുറിച്ചിട്ട് കഴിക്കാതെ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ച് കഴിക്കാൻ ശ്രമിക്കണം.